ഹായ് ഓൾ, എല്ലാവരും എന്നെടുക്കുക. എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടും ഒക്കെ ഇരിക്കുകയാണോ? ഞാനൊരു 3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല നല്ല വീഡിയോസും ഹണി റോസിനെയും ജീപ്പിനെയും പിന്നെ നമ്മുടെ ആ കടയുടെ പേരെന്നായിരുന്നു, ലോലിപ്പോപ്പിൽ പോയതിൻ്റെയും ഒക്കെ വീഡിയോസ് എല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒന്നും അപ്ലോഡ് ആകുന്നില്ലായിരുന്നു, നെറ്റ് ഇതാവുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എനിക്ക് അപ്ലോഡായിട്ട് ഇടാൻ പറ്റാഞ്ഞത്. കുറേ പേര് വിളിച്ചു ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പായെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു എന്നെ പറ്റി സിന്ധുമ്മ യാത്ര പോകുമെന്ന് പറഞ്ഞിട്ട് എന്താ വീഡിയോ ഇല്ലാത്തത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തന്നെയാണ് പോയതെന്നും ഒക്കെ കൂടെ കണ്ടപ്പോഴത്തേനും നമ്മളോടുള്ള സ്നേഹവും ഒക്കെ കൊണ്ടാണ് പപ്പായോടും വിളിച്ച് അന്വേഷിച്ചതെന്നുള്ളത് മനസ്സിലായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചത്. കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി 2-3 ദിവസം ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചു. പക്ഷേ ഇപ്പം വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഭയാനകം. കാരണം ഞാൻ പ്രളയത്തിന് ഈ നാട്ടിലുണ്ടായിരുന്നില്ല, അന്നേരമായിരുന്നു ഞാൻ അബുദാബിയിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇന്ന് കണ്ടപ്പം ഓരോ കാര്യങ്ങളും കണ്ടപ്പോൾ പേടിയായി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോരുന്ന വഴിക്കാണെങ്കിൽ ഒരു തേക്കുമരം എല്ലാം കൂടെ മറിഞ്ഞ് വീണിട്ട് ജസ്റ്റ് മിസ്സിന് ഒരു വണ്ടി അങ്ങ് ഒരു കാർ കടന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴാണ് മറിഞ്ഞ് വീണേന്ന് പറഞ്ഞു. എല്ലാ കാറും പോയേനെ, അതിലുള്ള ആൾക്കാരും പോയേനെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബസ് ആ കാറിന് ഒരു 3-4 വണ്ടിയുടെ പുറകിലായിരുന്നു ഞങ്ങൾ ബസ് ചെയ്യുന്നത്. പിന്നെ അവിടെ കുറച്ച് സമയം പിടിച്ചിട്ടു. എന്നാലും എന്നാ പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് അടൂരിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു, ഏതോ ഒരു സ്ഥലം. അടൂരാണോ, ഞാൻ പേരൊക്കെ സ്ഥലമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. മഴയും കൂടെയൊക്കെ ആയതുകൊണ്ടേ ഷട്ടറൊക്കെ താത്തിട്ടിരുന്നതുകൊണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഏതായാലും പോലീസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നീക്കുമൊക്കെ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഒരു സൈഡിൽ കൂടെ പെട്ടെന്ന് വണ്ടി കടത്തി വിട്ടു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ എല്ലാ അപ്പുറത്ത് ഭാഗത്ത് എല്ലാം വെള്ളം നിറഞ്ഞു കിടക്കും കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ചങ്കിടിക്കാൻ തുടങ്ങി. ദൈവമേ, എങ്ങനെയാവും എൻ്റെ ഈശ്വര, ഏത് ലെവലാവും ഇതെന്നൊക്കെ ഓർത്തിട്ടൊരു മനസ്സിലൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നേ, എങ്ങനെയാവുമെന്ന്. പിന്നെ എന്നാ പറയുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. മുണ്ടക്കയം വന്നപ്പോഴൊക്കെയാണെങ്കിലും ഒത്തിരി വഴി സൈഡിൽ കൂടെ എല്ലാ മരങ്ങളും മറിഞ്ഞു വീണും കാറ്റടിച്ച് തിട്ടയെല്ലാം കൂടെയും എല്ലാം ഇടിഞ്ഞു വീണും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ മരമെല്ലാം ഇടിഞ്ഞു വീണൊക്കെ കിടക്കുന്നു. ലാസ്റ്റ് മുണ്ടക്കയത്ത് വന്നിട്ട് ഏതായാലും ദൈവം ഭാഗ്യം മുണക്ക് ഒരു വണ്ടിയും കൂടെ കിട്ടി, ട്രാൻസ്പോർട്ട് കിട്ടി. നേരെ ഒറ്റ വണ്ടി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കയറി ഇറങ്ങിയാണ് വന്നത്. അപ്പോൾ മുണ്ടക്കയത്ത് വന്നിട്ട് ബസ്സൊക്കെ കയറിയിരുന്ന് പകുതിക്ക് വന്നപ്പോഴത്തേക്കോ ടിക്കറ്റ് എടുക്കാനായിട്ട് കണ്ടക്ടർ എടുത്തു തന്നെ. അപ്പോൾ ഞാൻ പരപ്പെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് പരപ്പെന്നാണ്, നമ്മുടെ മാതാവിൻ്റെയൊക്കെ അവിടെ. അപ്പം സിന്ധുമ്മ വീഡിയോ എടുക്കുക. ഞാനേ പോലീസിൻ്റെ കിണുകിണെന്നുള്ള ശബ്ദം കേട്ട് 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. ദൈവം അത് കഥക്ക് തുറന്ന് ജസ്റ്റ് ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് പിന്നെ ഫ്രഷായി. പിന്നെ വേണ്ട ഒരു കപ്പ് ചായയും ഇട്ട് കുടിച്ചു. എന്നിട്ട് പെട്ടെന്ന് എന്നാൽ ഒരു കുട്ടി വീഡിയോ എടുത്തേക്കാൻ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് ഇട്ടേക്കാന്ന് ഓർത്തുകൊണ്ടിരുന്നു കേട്ടോ. എന്നാണ്ട് വിശേഷമൊക്കെ? ഇത് ആരുടെ കുഞ്ഞുടുപ്പൊക്കെ 2 ദിവസം ഞാനാ എന്നപ്പോഴത്തേനും ഓടിപ്പാഞ്ഞ് കയറി വന്നിട്ടുണ്ട് കഥ തുറന്നപ്പോൾ കേട്ടോ. സിന്ധുമ്മനെ കണ്ടായിരുന്നു നീ? എവിടെ? സിന്ധുമ്മ പോയേക്കായിരുന്നല്ലോ വിമാനത്തെ കയറിയതേ. വിമാനത്തെ കയറി സിന്ധുമ്മ പോയേക്കായിരുന്നു, ഫ്ലൈറ്റേ കയറി. ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് സിന്ധുമ്മ ഇച്ചിരുന്നാലും ഇവരോടൊരു കാര്യം പറഞ്ഞിട്ട് ഓടി വരാവേ. ഓക്കെ. അപ്പൊ എന്തായാലും ആര്യനെ അവിടെ കൊണ്ട് മുറ്റത്ത് വന്ന് ഇപ്പോൾ കേട്ടോ. ചെടിയെല്ലാം ഞാൻ വന്ന് മുണ്ടക്കയത്ത് വന്നിട്ട് പകുതിക്ക് വന്നപ്പോഴത്തേക്കും കേട്ടോ കണ്ടക്ടർ ചേട്ടൻ ടിക്കറ്റ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു പരപ്പെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പരപ്പോ എന്ന് ചോദിച്ചു. പുള്ളി പരപ്പെന്നുള്ള സ്ഥലം കേൾക്കാത്ത കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു പരപ്പ്. പരപ്പ് 3 ദിവസമായിട്ട് മണ്ണിടിഞ്ഞ് വീണിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അന്ന് രാത്രി മണ്ണിടിഞ്ഞ് വീണിട്ട് വഴി ബ്ലോക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2-3 ദിവസം മുമ്പായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇന്ന് 3ാമത്തെ ദിവസമാണ് മണ്ണിടിഞ്ഞ് വീണിട്ടെന്ന് പറഞ്ഞു. അതിലെ വണ്ടി പോകത്തില്ല. പിന്നെ ആലടി ചുറ്റി മേരികുളത്ത് ചെന്നിട്ട് മേരികുളത്തെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ പെട്ടുപോയി കേട്ടോ. എന്തായാലും സേഫായിട്ട് ഒരാപത്തിനടുത്തും പറ്റാണ്ട് വീട്ടിൽ വന്നെത്തിയിട്ടുണ്ട്. ചേട്ടായില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഞ്ഞു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ആ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത് വായോ ഒരു ദിവസം വന്നപ്പോൾ വിളിച്ച്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും 3 എന്ത് ചെയ്താൽ വിടത്തില്ല. അങ്ങനെ ഞാൻ 3 ദിവസം ഇന്ന് പിന്നെ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ പേര് ഒരു വീഡിയോ ഇടണ്ടേ പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങാമോ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ഗുസ്തി പിടിച്ചതിൻ്റെ പേര് വിടാം. അല്ലെങ്കിൽ അവർ 5-6 ദിവസങ്ങൾ എന്നെ പിടിച്ച് നിർത്തിയതേ. അതേന്നെ ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ അവിടുത്തെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നെക്സ്റ്റ് നാളെ രാവിലെ വീഡിയോ വരും. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും നല്ല പുല്ലും എല്ലാം കാണാമായിരുന്നു ആറ്റിൽ കേട്ടോ. ഇപ്പം പുല്ലും കാണത്തില്ല, ഒന്നും കാണത്തില്ല. എന്നിട്ട്
ഭയങ്കര. അപ്പം ഞാൻ ഓട്ടോക്കാരൻ ചേട്ടനോട് പറഞ്ഞു, ദൈവമേ ഞാൻ പോയി 3 ദിവസം കൊണ്ട് ഇത്രയും വ്യത്യാസമായെന്ന് ചോദിച്ചു. പറയാം സിന്ധു വെപ്പിച്ചിട്ട് കുറഞ്ഞ ഇന്ന് പകൽ അത്ര വലിയ മഴ പെയ്തില്ല. ഇന്നലെ നേരം വെളുക്കോളും മഴയായിരുന്നു, മിനിങ്ങാന്ന് മതിയായിരുന്നു, ഭയങ്കര കൂടും കാറ്റും ഒക്കെ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴാ മിറ്റത്തെല്ലാം ചെടിയെല്ലാം മറിഞ്ഞ് ഒന്നും പറയണ്ട. വന്നപ്പോൾ ഉണ്ട് ദേവരേട്ടൻ പറയല്ലേ ആ പിശാചിനെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏത് പിശാച്? 2 ദിവസമായിട്ട് മഴയായിരുന്നോ ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ മഴയായിരുന്നു, ആ പിശാചിനെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നായി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാ മറ്റേ നമ്മുടെ മണ്ടേന്നാ ഇത് കൂട്ട് തൂക്കിയിട്ടിട്ടില്ലേ, അതാൾ രാത്രിയിലോ വൈകിട്ടോ അങ്ങോട്ട് കയറി പോയപ്പോഴത്തേനും അത് ദേഹത്തെക്കാട്ട് കൊള്ളുവോ കുടയിലെക്കാട്ട് കൊള്ളുവോ ചെയ്തത്. അതുകൊണ്ട് ആ കമ്പിയെ പിടിച്ച് കെട്ടി വെച്ചേക്കാത്. അപ്പോൾ അതിനൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാ ചെയ്യാതെ എന്നാ പറയാനാ, ഞാനും ശരിക്കും ഓർത്ത് തരുന്നത് ഈ പറയുന്നതേ. അപ്പോൾ എന്തെങ്കിലും സേഫായിട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ഒത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ആണല്ലേ. എന്നാലും നമുക്ക് പോകേണ്ട യാത്ര നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലേ. ചില ആവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോന്നിനും ഓരോ ടൈമൊക്കെ കിട്ടിയാലോ, അല്ല ഇപ്പോൾ എക്സാമോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ മഴയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് മാറ്റി വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലൊക്കെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമൊക്കെ അങ്ങനെ ആവശ്യങ്ങൾക്ക് മാത്രം പോവുക, സേഫായിട്ടിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. ഭയങ്കര എന്നാന്ന് വെച്ചാൽ എനിക്ക് വന്ന വഴിക്കല്ല ഈ വെള്ളം കണ്ടിട്ടേ ഭയങ്കര ഒരു ഭീകരത തോന്നി. കനാലൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുക റോഡ് സൈഡിൽ കൂടെ ഉള്ളതൊക്കെ. പിന്നെ ആണെങ്കിൽ മുണ്ടക്കയം തുടങ്ങി ഏലപ്പാറ വരുന്നോടം വരെ ഉള്ളിടത്ത് ഫുള്ളുണ്ടല്ലോ ഈ മലമണ്ടയിൽ നിന്ന് ഒഴുകി ചാടുക. അങ്ങോട്ട് പോയപ്പോൾ അതിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ ഇച്ചിച്ച വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെരുവന്താനത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഈ 3 ദിവസം കൊണ്ട് ആ പ്രദേശം മൊത്തം ഒഴുക്ക് ഭയങ്കരമായിട്ടുള്ള ഇതായി കേട്ടോ, വെള്ളച്ചാട്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വേണമെങ്കിലും വണ്ടികളൊന്നും കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുകയോ വിറക്കുകയോ ഒന്നും ചെയ്യരുത്. എന്നെ ജ്യോതിയും ബ്രില്യാമോളും ബ്രിയാനും കളിയാക്കായിരുന്നു. എല്ലാത്തിനും എന്തിനാ ഈ പിറക്ക് അപ്പടി ഇപ്പടി പിറക്കെന്ന് പറയുന്നത്. അത് പറയണ്ട, ഇനി ഇപ്പോൾ അവർ കുറച്ച് ദിവസം അത് പറയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പം വന്ന് കരുതേ വിളിച്ചു, അതുകൊണ്ട് സമാധാനം ഇല്ലാണ്ടിരിക്കാതെ ഞാൻ എത്തിയോന്നേ. അതിനാൽ രാവിലെ പോന്നിട്ട് ഫുഡൊന്നും കഴിക്കാതെ മടുത്തോ ക്ഷീണിച്ചോന്ന് ചോദിച്ചത്. ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സമാധാനമായി. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഫ്രഷായിട്ട് ഇനി ഒന്ന് പെട്ടെന്ന് ഇച്ചിരി വെള്ളം അടുപ്പായി വെച്ചിട്ടുണ്ട്, ചൂടാക്കി ഒന്ന് കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടായി തന്നെയായിരുന്നു. 2 ദിവസം ചേട്ടായി പരിപ്പ് കറിയൊക്കെ വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച്, പുളിസയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ കഴിച്ച്. ഇന്ന് റൈസ് കുക്കറിൽ ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അരിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്ന് വീഡിയോ ഇടാഞ്ഞതുകൊണ്ട് അത് തന്നെയല്ല എൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് കുറേ പേരിങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. അവരാണല്ലോ വിളിക്കുകയും ഇവർക്ക് എന്നെ പറ്റി സിന്ധുമ്മയ്ക്ക് വല്ലതും പറ്റിയോ യാത്ര പോയതല്ലേ എന്നൊക്കെ ചോദിച്ച് പപ്പായെ വിളിച്ചെന്ന് പറഞ്ഞു വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്നാ പറയുക, നമ്മുടെ ഈ ഒരു ജോലി നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇടുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നതും ഇങ്ങനെ അന്വേഷിക്കുന്നതും ഒക്കെ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്ന മാത്രയ്ക്ക് തന്നെ എൻ്റെ വിശേഷം എൻ്റെ വിവരങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വന്ന് താക്കോല് തുറക്കാൻ തുടങ്ങിയപ്പം പപ്പ വിളിച്ചു, എവിടെ എത്തിയിടി വന്നു ചോദിച്ചപ്പോൾ ഞാൻ വന്നു കുഴപ്പമില്ല. അപ്പം ഞാൻ പേടിക്കണ്ടെന്ന് കരുതിയാ ചേട്ടായി ഇന്നലെ രാത്രിയിൽ ഇവിടെ മഴ ഇതൊന്നും ചേട്ടായി മിണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമാക്കിയില്ല. എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് 2-3 ദിവസം അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരുന്ന് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്താ പറയുന്നത്, കൈ നിറയെ സമ്മാനങ്ങളും. ഞാൻ എന്നാ പറഞ്ഞത്, കുട്ടി നിങ്ങൾ കണ്ടില്ലേ, കുഞ്ഞി 1-2 കുഞ്ഞി സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തത്. പക്ഷേ എനിക്ക് കൈ നിറച്ച് സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് കാണിക്കാം. അവരുമായിട്ടുള്ള സന്തോഷമുള്ള വീഡിയോസും ഒക്കെ എടുത്തത് ഒക്കെ അപ്ലോഡ് ആകാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആയിട്ട് നല്ല ഹാപ്പി വീഡിയോ ആയിട്ട് വരും. അപ്പം എനിക്ക് പറഞ്ഞുണ്ടല്ലോ, ഞാൻ ശരിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ടെൻഷനായി വണ്ടിയിലൊക്കെ ഇരുന്നപ്പോഴേ ഈ വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതായി. ഞാൻ ഈ പ്രളയം കണ്ടിട്ടില്ല. 2018 പ്രളയം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചു, അതും കണ്ടിട്ടില്ല. അതുകൊണ്ട് TV യിലൊക്കെ കണ്ടുള്ള നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ, പ്രളയത്തിനെ കുറിച്ചുള്ള ഒരു ഇത്. പക്ഷേ ഉള്ളിലൊരു പേടിയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു അന്നും. എന്നാലും ഇന്ന് ഈ ഇവിടുത്തെ വെള്ളവും ഈ പ്രകൃതി അന്തരീക്ഷവും, അയ്യോ ദൈവമേ, പ്രകൃതിയും ശോഭിച്ച് വെള്ളവും കാറ്റും തീയും ഒക്കെ വന്നാൽ നമുക്ക് ആർക്കും ഒന്നിനെ ചെറുത്ത് നിൽക്കാൻ പറ്റുമോ അല്ലേ? ശരിക്കും ഭയാനകം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ശരിക്കും എനിക്ക് അതിൻ്റെതായ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, വീട്ടിൽ വന്ന് ഓട്ടോ നിർത്തി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരുന്നത് വരെ എനിക്ക് എൻ്റെ ചങ്കിനകത്തൊരു ഇടുപ്പും പിടപ്പും കൊണ്ടുപോകും. മിനിറ്റിന് കൊച്ചു വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ
വണ്ടിയിൽ കയറുമ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വൊമിറ്റിൻ്റെ ടെൻഡൻസി വരും. അതുകൊണ്ട് ഞാൻ ഓരെ വിളിച്ചാലും ഫോൺ അടിക്കാനോ ബസ് എവിടെയെങ്കിലും യാത്ര ചെയ്യണമല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ആയിട്ടൊരു ചെറിയൊരു മൈൻഡ് മാറിയിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ എടുക്കില്ല. ഞാൻ എവിടെയെങ്കിലും യാത്ര പോകണം, അതുകൊണ്ട് പിള്ളേരാണേലും ചേട്ടായാണേലും എന്നെ വിളിക്കത്തില്ല. അറിയാലോ, ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ എന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചോളൂന്നറിയാം. പക്ഷേ ജ്യോതിയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും വന്നത്, പക്ഷേ അവൾക്ക് ടെൻഷനായിട്ടേ ഒരു അരമണിക്കൂർ ഇടവിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മനെ കുഴപ്പമൊന്നുമില്ല, കാരണം അതുങ്ങൾ ഇരുന്ന് പേടിക്കണ്ടല്ലോ, വിഷമിക്കണ്ടല്ലോ, ടെൻഷൻ ആവണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എൻ്റെ ചങ്ങിനകത്ത് പടപടാന്നിടിക്കുന്നത് ഇത് ഈ വീഡിയോ കാണുമ്പോൾ ജ്യോതി ഓർക്കും. അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്നിട്ട് ചേട്ടായി താക്കോട്ട് തുറന്നു ഞാൻ ജസ്റ്റ് പറഞ്ഞില്ലേ, അന്നേരം ചേട്ടായി എന്നെ വിളിച്ചിട്ട് ചേട്ടായി പറയും, എടി എത്ര പേരടിച്ചിരുന്നു വിളിച്ചിരുന്നു ഒറ്റ ദിവസം വീഡിയോ ഇടാഞ്ഞിട്ട്, ഇത്രയും പേര് വ്യൂസ് കാണുന്നില്ലല്ലോ, നിന്റെ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് വിളിച്ചിട്ട് ഇത് പപ്പയുടെ ഫോൺ നമ്പർ നമ്മൾ പണ്ട് ഇതിനകത്ത് ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറേ അധികം പേരുടെ കയ്യിൽ പപ്പയുടെ ഫോൺ നമ്പറുണ്ട്. എന്നെ പറ്റിയ യാത്ര പോയതാന്ന് പറഞ്ഞപ്പം തന്നെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു, തന്നെയാണല്ലോ ഞാൻ പോയത്. അപ്പം തുടങ്ങാൻ പോവാൻ തോന്നുന്നു കേട്ടോ. അപ്പം കല്യാണിമോളൊക്കെ വന്നിട്ട് ഞാൻ എന്നാന്ന് ഇത് നമ്മൾ പറഞ്ഞെടുക്കുന്ന വീഡിയോ ആണ്ട് അങ്ങോട്ട് എടുത്തിട്ട് കളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം കണ്ടപ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ടുണ്ട് സ്കൂട്ടിയിൽ, അതുകൊണ്ടാണ് തോന്നുന്നു ഓടി അങ്ങ് ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, 5 മിനിറ്റ് അവളെ ഇടവിട്ട് വിളിച്ചോണ്ടിരുന്നു. അന്നേരം ഒക്കെ എൻ്റെ മനസ്സിൽ പടപടോന്ന് ഇടിക്കും, എങ്ങനെയാവുമെന്ന്. ശരിക്കും ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ആ അന്തരീക്ഷത്തിൽ കൂടിയാണ് ഇന്ന് ഞാൻ കടന്നു വന്നത്. നമുക്ക് ആർക്കും ദൈവം ഒന്ന് തിരിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ദൈവത്തെ താണുവണങ്ങി സ്നേഹത്തോടെ ബഹുമാനത്തോടെ എപ്പോഴും ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അനുഭവമാണ് ഗുരു അല്ലേ. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പാഠമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഓരോ പാഠമാണ്. എൻ്റെ പൊന്നെ, ഇന്നത്തെ ഒരു വരവ് ഇത്ര ഇരുന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും എനിക്ക് എൻ്റെ മനസ്സിലൊരു പേടിയും ഒക്കെ തോന്നി. എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുട്ടിക്കാനം കഴിഞ്ഞിട്ട് ഭയങ്കര കാറ്റും ഭയങ്കര മഞ്ഞും. ആ വണ്ടി ഡ്രൈവർ ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നേ. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കാനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് വളവും തിരിവൊക്കെ വരുമ്പോൾ ഇച്ചിരി ഒന്ന് നീങ്ങിയ വണ്ടി കൊക്കാലോട്ട് പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടെ. മഞ്ഞുമാ കാണുന്നില്ല എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞ് മേരികുളത്തിന് ആലടി വന്നിട്ട് മേരികുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് സാധാ ഒരു റോഡാണ്, ചെറിയ റോഡാണ്. അതിലെ ഇച്ചിരി ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനുണ്ടല്ലോ 2 ട്രാൻസ്പോർട്ട് അടുപ്പിച്ച് വരിക. നേരെ തിരിച്ചു ഇങ്ങോട്ടേക്കും പോകത്തില്ല, അങ്ങോട്ടേക്കും പോകത്തില്ല, ജാമായി. എൻ്റെ ദൈവമേ, പിന്നെ ഒരു വീടിൻ്റെ മുറ്റത്തോട്ട് കയറ്റി ഒരു 10-20 മിനിറ്റ് ആ വണ്ടി ഒന്ന് കടത്തി വിടാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് പാടുപെട്ടു. ഒന്ന് ഓർത്തേ, ഒരു കണക്ക് പറഞ്ഞാൽ വഴിപണിയുടെ കൊണ്ടാണ് ഇത്രയും പ്രശ്നം ആയേക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് വഴിപണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും പേടിക്കേണ്ടി വരത്തില്ല. മണ്ണൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തേക്കുന്നുണ്ട്. ആലടിയും ഈ പ്രദേശമൊക്കെ ഇങ്ങനെ ഇത്രയും മണ്ണിടിയുന്നല്ലേലും മഴക്കാലത്ത് ഉരുള് പൊട്ടിച്ചേയും ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ നമ്മുടെ ഇങ്ങോട്ടേക്ക്. അതുകൊണ്ട് നമ്മുടെ നെടുങ്കണ്ടത്തും അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതെങ്കിലേ, കട്ടപ്പന കഴിഞ്ഞ് നെടുങ്കണ്ടം കൂടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിലും വിടുമ്പോഴൊക്കെ ആണെങ്കിലും അവരെയൊക്കെ രാവിലെ കഴിവതും നേരത്തെ വിടുക. ചെന്നെത്തിയെന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൊണ്ട് വിടുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. കാരണം അത്രയും വഴി മോശം ഒരു ഇതായിരുന്നു കണ്ടത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നെടുങ്കണ്ടത്ത് പഠിക്കുന്ന ഒരു മോളായിരുന്നു എൻ്റെ അടുത്തിരുന്നത്. ഒന്നുമില്ലേ, ഒരാരോഗ്യമൊന്നും, കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലിഞ്ഞൊരു മോള്. ഇച്ചിരി കാറ്റടിക്കുമ്പോഴത്തേനുണ്ടല്ലോ കുളിര് കൂരിട്ട് തണുത്ത് കിടുകിടുകിടാന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ കാഞ്ഞിരപ്പള്ളിക്കാരിയല്ലേ, കൊച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സെറ്ററൊക്കെ ഇട്ടുകൊണ്ട് കാരണം കിടന്നുണ്ട്. എന്നിട്ട് പറയും ഒരിക്കലും ഇല്ലാത്ത ഒരു തണുപ്പും ഒരു ഇതൊക്കെ അല്ലേ ചേച്ചി, അല്ലേ ആൻറ്റി എന്ന്. ഞാൻ പറഞ്ഞു, അതെ മോനെ, ഭയങ്കര എനിക്ക് ഇത്രയും ആരോഗ്യമുള്ള എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അതേപോണക്കൊരവസ്ഥയൊക്കെ. എന്തായാലും കുറച്ചൊക്കെ പേടിച്ചു. അങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു പ്രശ്നവും ഇല്ല. ഞാൻ 1:15 ചെല്ലുകയും ചെയ്തു. അടിപൊളി യാത്രയായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇച്ചിരി ദുർഘടമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ദേഹത്ത് ഒരു പോറൽ പോലും പറ്റിക്കാതെ ദൈവം നമ്മളെ ഇവിടെ കാത്തു പരിപാലിച്ച് ഇവിടെ സംരക്ഷിച്ച് എത്തിച്ചിട്ടുണ്ട്. എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒത്തിരി ആൾക്കാർ ചേട്ടായോടും ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നാന്ന് അറിയാതെ കൊണ്ട് ഒരിതിരിക്കുമല്ലേ. കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും എനിക്ക് അവിടെ വെച്ച് ഇടാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു കേട്ടോ. നെറ്റില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അല്ല, ഈ ഒരു യാത്രാ വിശേഷങ്ങൾ നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നാളത്തേക്കും അതിൻ്റെ വീഡിയോസും ഒക്കെ വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടം, ഇത് കുഞ്ഞൊരു വീഡിയോ ആണ്, എന്നാലും ലൈക്ക് ഷെയർ ഒക്കെ നമുക്ക് മുഖ്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവലോടൊന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും.